ചിക്കൻ ആക്കുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പാർട്ടാണ് ചിക്കൻ ഇങ്ങനെ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്നത്. ഒന്നാമത് ഹെൽത്തിന് അത്ര നല്ലതല്ല, രണ്ടാമത് എണ്ണ നഷ്ടമാണ്, അത് പിന്നെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം ഉള്ളിയും ക്യാപ്സിക്കം ക്യൂബ്സായിട്ടും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുനുകുനായും അരിഞ്ഞു വെക്കുക. പിന്നെ ഞാനിവിടെ ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ പീസ് എടുക്കുന്നത്. ഇതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, വിനാഗിരി, സോയാ സോസ്, കോൺഫ്ലവർ, അതുപോലെ ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെസ്റ്റിന് വെക്കുക. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റിന് വെക്കണം, എന്നാലേ അത് നന്നായിട്ട് സെറ്റാവും. അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഒരു ബൗളിലേക്ക് കോൺഫ്ലവർ ഒഴിച്ച് സോയാ സോസ്, ചില്ലി സോസും ടൊമാറ്റോ സോസും ഒഴിക്കണം. ചില്ലി സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഒഴിച്ച് കൊടുക്കുന്നില്ല. അതിനുശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അതും അവിടെ മാറ്റി വെക്കുക. അതും നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്കിത് ആ കുക്കിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ട് വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ എണ്ണയിൽ മാത്രമാണ് നമ്മൾ ഈ ഫുള്ള് ചില്ലി ചിക്കൻ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ എണ്ണയിലേക്ക് ചൂടാകുമ്പം നമ്മൾ നേരത്തെ റെസ്റ്റിന് വെച്ച് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റിന് വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓരോ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ്സിലിട്ടുള്ള മൂടിനെ കൊണ്ട് അടച്ചു വെച്ചാൽ മതി. അതാകുമ്പോൾ നന്നായിട്ട് വെന്തോളും. അല്ലാണ്ട് ഇത് ഫുള്ള് ഇങ്ങനെ വേവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതിനുശേഷം നമ്മൾ നന്നായിട്ട് മൊരിഞ്ഞ് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം അതിൽ ബാക്കിയുള്ള ബാലൻസിൽ എണ്ണയില്ലേ, ഇതിനകത്തേക്കാണ് നമ്മൾ അടുത്ത പരിപാടികൾ നോക്കേണ്ടത്. അതിൽ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുരുവിന അരിഞ്ഞ് വെച്ചത് ഈ എണ്ണയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി, കാരണം സോയാ സോസിൽ ഉപ്പുണ്ട്. അതും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇനി ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിക്സ് ഉണ്ടല്ലോ, കോൺഫ്ലവർ, സോയാ സോസ്, ടൊമാറ്റോ സോസിൻ്റെ മിക്സ്, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ഈ ഒരു കളറാകുമ്പം, ഒരു ഡാർക്ക് ബ്രൗൺ കളറാകുമ്പം ഒന്ന് ഉപ്പ് ടെസ്റ്റ് ചെയ്യുക. ഉപ്പില്ലെങ്കിൽ ഈ ടൈം ഒന്ന് ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ചൊരു ഹണിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്കൊരു സ്വീറ്റ്നെസ് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പിന്നെ ഇത് എൻ്റേതായ രീതിയിലുള്ളൊരു കോൺട്രിബ്യൂഷനാണ് മല്ലിയില എനിക്ക് എല്ലാത്തിലും ഇടുന്ന ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ഈ ചില്ലി ചിക്കൻ നിങ്ങൾക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ സെർവ് ചെയ്യാം.